ഉത്രാടം ഭാര്യ വീട്ടിലാണ്, കാഞ്ഞങ്ങാട്. ഉത്രാട വിശേഷത്തിലേക്ക് നിങ്ങളെയും കൂടെ കൂട്ടുകയാണ്. മഴ പെയ്ത് നനഞ്ഞ പറമ്പിലൂടെ നടന്ന് പൂമ്പാറ്റയെയും ചെടികളെയും ഒക്കെ ആസ്വദിച്ചപ്പോൾ മൊബൈൽ ഫോൺ എത്തും മുന്നേയുള്ള ആ ഓണക്കാലത്തെ ഓർത്തുപോയി. സാഹിത്യകാരനായ അച്ഛനും പ്രോസിക്യൂട്ടറായിരുന്ന അമ്മയ്ക്കും നൃത്തത്തിനും പഠന മികവിനും മക്കൾക്കും ഒക്കെ ലഭിച്ച അംഗീകാരങ്ങളാണ് ഇവയൊക്കെ. നല്ലൊരു കാലം അവർ ഭംഗിയായി വിനിയോഗിച്ചതിൻ്റെ അടയാളങ്ങൾ. പണ്ടിതുപോലെ മഷിത്തണ്ടിൻ്റെ വിത്ത് പൊട്ടിച്ചത് ഓർമ്മയുണ്ടോ? ഇവിടെ വന്നാൽ മീനിനെ കാണണം, പറമ്പിൽ നിന്ന് പഴങ്ങൾ പറിക്കണം, പിന്നെ ഈ കൈത്തോട്ടിലും പോകണം. ഇത്രയൊക്കെ ചെയ്താൽ ഉണ്ണിക്ക്, അതായത് എൻ്റെ ഭാര്യയ്ക്ക് സന്തോഷമാവും. ഗോപാല മാസ്റ്ററുടെയും ലീല ടീച്ചറുടെയും മക്കളും മരുമക്കളും പേരക്കുട്ടികളും പുതിയ തലമുറയിലെ ആദ്യത്തെ അംഗമായ ഞങ്ങളുടെ മകനും ചേർന്നപ്പോൾ ഉത്രാടം ഗംഭീരമായി. ഈ പറഞ്ഞതുപോലെ തലമുറകൾ ഒത്തുചേരുന്ന ആഘോഷങ്ങൾ അവസാനിച്ചാലും ഓർമ്മകളുടെ തിരുനാൾ ഒരിക്കലും അവസാനിക്കില്ല. ആ ഓർമ്മകൾ തന്നെയാണ് നമ്മളെ അടുത്ത വർഷവും വീണ്ടും കൂട്ടിച്ചേർക്കുന്നത്. കസിൻസ് എല്ലാവരും ഒത്തുചേരുമ്പോൾ ഏത് വീട്ടിലും പൊട്ടിച്ചിരികൾ ഉയരും. കസിൻസ് ഗ്യാങ് എവിടെയും സ്ട്രോങ് ആൻഡ് പവർഫുൾ ആയിരിക്കും, അല്ലേ? ഓണം കൂടാൻ പറ്റാത്ത നിങ്ങളുടെ കസിന് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓണം കഴിഞ്ഞ് തിരിച്ചു പോകേണ്ട സമയം വന്നാൽ മനസ്സിൽ ഒരുപാട് ശൂന്യതയും സങ്കടവും. ദേ, കുഞ്ഞാപ്പിയെ കണ്ടില്ലേ? ഓണം അവസാനിക്കുമ്പോഴും ഓർമ്മകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓണത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം വിടവാങ്ങലിന് ശേഷമുള്ള ഓർമ്മകളിലാണ്. അപ്പോൾ വീണ്ടും കാണാം.